ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളെ വീഡിയോ എന്ന് വെച്ചാൽ കുറച്ച് ഹെയർ സ്റ്റൈലാണ്. അപ്പൊ നമ്മളെല്ലാവരും ഒരേപോലെ കെട്ടി ട്രൈ ചെയ്യുന്ന ആളുകളാണെങ്കിൽ കുറച്ചൊന്ന് ചേഞ്ചിന് വേണ്ടി കുറച്ചൊന്ന് മാറ്റി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. ഈ ഒരു രീതിയിലൊക്കെ നമ്മളെ ഈ ഒരു ഹെയർ സ്റ്റൈൽ ചെയ്ത് വെക്കാൻ പറ്റും. ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒട്ടിച്ച് നിൽക്കുന്നതിനേക്കാൾ നല്ലത് കുറച്ചൊന്നും ഇങ്ങനെ പൊന്തി നിൽക്കുന്നതാണ്. അപ്പൊ ആ ഒരു ടൈപ്പ് ഹെയർ സ്റ്റൈലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകണം കേട്ടോ. അതിന് മുന്നേ നമ്മൾ ചാനലിലേക്ക് നല്ല പുതിയ മെമ്പേഴ്സിനും ഹാപ്പി ടു വെൽക്കം ഫാമിലി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം എന്റെ ഫേസിന് ചിലപ്പം എല്ലാ ആ ഒരു സ്റ്റൈലും ചിലപ്പോൾ ചേരണമെന്നില്ല. നിങ്ങളെ ഫേസിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്കും കൂടെ ചെയ്യുന്നത് നമ്മളെ ഫേസ് ഷേപ്പ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. അതിനനുസരിച്ച് ഓരോ ഹെയർ സ്റ്റൈലും ഓരോ ഫേസിനും ഓരോ പോലെയാണ് നിങ്ങൾക്ക് തോന്നുക. നിങ്ങളതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഫേസിന് ഏതാണ് കുറച്ചും കൂടി സൂട്ട് ആവുക എന്നുള്ളത് ആ രീതി ചെയ്യുക. പിന്നെ അതിന്റെ മുന്നേ നിങ്ങളെല്ലാ മേക്കപ്പും കഴിഞ്ഞിട്ട് വേണം നിങ്ങളെ ഹെയർ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാവരോടും പറയുന്ന കാര്യമാണ്, എല്ലാ മേക്കപ്പും കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഹെയർ സ്റ്റൈൽ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നമ്മുടെ മേക്കപ്പിനനുസരിച്ച് നമുക്ക് ഹെയർ സ്റ്റൈൽ മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും. അല്ലാതെ നമ്മൾ ഹെയർ സ്റ്റൈലൊക്കെ ചെയ്തിട്ട് അതിനനുസരിച്ച് കണ്ണ് എഴുതി കൂട്ടാരെന്ന് പറഞ്ഞാൽ മാച്ച് ആവലുണ്ടാവില്ല. നിങ്ങൾ ഓൾറെഡി നിങ്ങൾ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ആ ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഹെയർ സ്റ്റൈൽ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഭംഗിയുണ്ടാവും. ഇപ്പോൾ പൊട്ടൊക്കെ തൊട്ട് ചെയ്യുന്നതാണെങ്കിൽ അതൊക്കെ പൊട്ടൊക്കെ തൊട്ട് ലിപ്സ്റ്റിക് ഒക്കെ ഇടാറിലൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യണം, ഹെയർ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും. അപ്പോൾ ഈ ബ്രൈഡൽ മേക്കപ്പ് ഒക്കെ ചെയ്യുന്ന ആളുകൾ എന്താ വെച്ചാൽ അവർക്ക് കാണാൻ പറ്റും, ആ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിന് അവർക്ക് മനസ്സിലാവും ഏതൊക്കെയാണ് അവരുടെ ഫേസിന് ഭംഗി എന്നുള്ളത്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല, നമ്മളത് പൊട്ട് കാര്യങ്ങളൊക്കെ തൊട്ട് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നമുക്ക് ഹെയർ സ്റ്റൈൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പം കുറച്ചും കൂടി മാച്ച് ആവുന്നുള്ളത്. അപ്പൊ നമ്മളെ ഹെയർ സ്റ്റൈൽ വീഡിയോ നിങ്ങൾ കണ്ടുവെക്കും. അപ്പൊ നമുക്ക് കുറച്ച് പഫ് ചെയ്തിട്ട് എടുക്കുന്ന ഹെയർ സ്റ്റൈൽ നോക്കാം. ഫസ്റ്റ് അത് സ്ട്രെയിറ്റ് ഹെയറിന് പറ്റും, പക്ഷെ നിങ്ങൾക്ക് ഇങ്ങനെ പഫ് ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ അത് പൊന്തണമെന്നില്ല. കുറച്ചും കൂടി ഇങ്ങനത്തെ ഹെയർ ആകുമ്പോൾ കറക്റ്റ് ആയിട്ട് നിൽക്കും. ഞാനിപ്പം എത്രയോ വർഷങ്ങളായി ഞാൻ സെയിം ഹെയർ സ്റ്റൈലാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടം. എൻ്റെ ഫേസിന് നല്ല ബെറ്റർ ആയിട്ട് തോന്നുന്ന ഒരു ഹെയർ സ്റ്റൈലാണ്. എനിക്ക് സാരിക്കാണെങ്കിൽ ഏത് ചുരിദാറാണെങ്കിലും ജീൻസ് ആണെങ്കിലും എന്തിനാണെങ്കിലും എനിക്ക് ഒരുപോലെ മാച്ച് ആവുന്ന ഒരു ഹെയർ സ്റ്റൈൽ. ഞാൻ മുന്നേ ഇതിന്റെ ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് അതിൽ നിന്ന് തന്നെ തുടങ്ങാം. ഈ രീതിയിൽ ഫ്രണ്ടിലെടുക്കാം. ഫ്രണ്ടിലെടുത്തിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കൈനെ കൊണ്ട് വെച്ച് ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് പൊന്തിച്ച് നോക്കുക. അപ്പോൾ കറക്റ്റ് ആണോ അത് വരുന്നതെന്ന് നോക്കാം. എന്നാൽ മാത്രമേ ഉള്ളൂ പഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആവുള്ളൂ. അപ്പം എന്ത് ചെയ്യുക വെച്ചാൽ നമുക്ക് ഇവിടെയൊക്കെ ക്വാണ്ടിറ്റി ഹെയർ എടുത്ത് ക്വാണ്ടിറ്റി കുറവാണെങ്കിൽ കുറച്ചും കൂടി കൂട്ടിയെടുക്കുക. എൻ്റെ കുറച്ച് പഫ് ചെയ്തത് കുറച്ച് കറക്റ്റ് അല്ല വരുന്നത്. ഞാൻ ഫോണിൽ നോക്കി ചെയ്തിട്ട് ശീലമില്ല. അപ്പം ഞാനത് ഈ രീതിയിൽ ഞാൻ ട്രൈ ചെയ്ത് നോക്കുകയാണ്. ഇവിടെ നോക്കിയിട്ട് കറക്റ്റ് ആ പഫ് വെച്ച് കൊടുക്കാം. ഇതിങ്ങനെ താന്ന് പോകാണ്ട് നിൽക്കാൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ നമ്മളൊരു ടിക്ക് വെച്ച് അതിൻ്റെ മുകളിൽ കൂടെ തന്നെ കുറച്ച് കയറിയിട്ട് ഇതേപോലെ അടുത്ത ടിക്കും കൂടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം ഒന്നും കൂടി അത് കട്ട് ചെയ്ത് തന്നോളൂ. അതെന്ന് വെച്ചാൽ നമുക്കിനിപ്പോൾ വലിയ അനക്കം പറ്റി വീണു പോകുന്നൊരവസ്ഥയിലേക്ക് വരില്ല. അപ്പോൾ അത് കറക്റ്റായിട്ട് നിൽക്കും. ഈ രീതിയിൽ ചെയ്യണമെങ്കിൽ വേണമെങ്കിൽ ഇത്തിരി കുറയ്ക്കണേ, നിങ്ങൾക്ക് കുറയ്ക്കാം കേട്ടോ. തള്ളി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറഞ്ഞോളും. ഈ രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇവിടെ ക്രാബ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഫ്രണ്ട് പോർഷൻ ഒന്ന് ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഞാനൊക്കെ ഒന്ന് പുഷ് ചെയ്ത് തുടങ്ങി. എൻ്റെ മുഖത്ത് തീരെ ചെയ്തില്ല കേട്ടോ. പുഷ്
ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിലൊന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഈ കേളി ഹെയറിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ നിങ്ങൾക്ക് ഹെയർ സ്റ്റൈൽ മാറ്റി മറിച്ചൊക്കെ ചെയ്ത് നോക്കാം. എപ്പോഴും ഒരേപോലെ നിൽക്കുന്നതിനെക്കാളും കൊല്ലം ചേഞ്ച് ഒക്കെ ആരും ഇഷ്ടപ്പെടാത്തല്ലേ. അപ്പോൾ ഈ രീതിയിലൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാൻ ബൈ.